വളരെയധികം നാളുകൾക്ക് ശേഷം തന്റെ അച്ഛനെ സന്ദർശിക്കാൻ പോകുന്ന രാജാവിന്റെ മകളുടെ കഥയിൽ നിന്നുമാണ് ചലച്ചിത്രത്തിന്റെ തുടക്കം. വലിയൊരു വിരുന്ന് രാജാവ് ഒരുക്കിയിരുന്നു. വിരുന്നിനിടയിൽ തുറാൻഡോട്ട് രാജകുമാരി അങ്ങോട്ടേക്ക് കടന്നു വന്നു. നമുക്കവളെ ഡോട്ട് എന്ന് വിളിക്കാം. ഡോട്ട് അതീവ സന്തോഷവതിയായി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അവളുടെ അച്ഛൻ അവളെ കണ്ടിട്ട് യുഗങ്ങളായതുകൊണ്ട് തന്നെ അദ്ദേഹം ആഹ്ലാദഭരിതനായി അവളെ അരികിലേക്ക് വിളിച്ചു. എന്നാൽ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ അവൾ പെട്ടെന്ന് അവിടെ വിരിച്ചിരുന്ന പരവതാനിയിൽ തട്ടി വീണു. തന്റെ മകളുടെ അടുത്തേക്കെത്തി രാജാവ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴാണ് ആ പരവതാനി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് യാഥാർത്ഥ്യത്തിൽ രാജാവ് കീഴടക്കിയ സാമ്രാജ്യത്തിന്റെ മുഴുവൻ രൂപത്തിലുള്ള പരവതാനിയായിരുന്നു. എന്നാൽ അതിലൊരു കഷ്ണം മാത്രമില്ല. രാജാവിന് കീഴ്പ്പെടുത്താൻ പറ്റാതെ പോയ രാജ്യത്തിന്റെ ഒരേ ഭാഗമായിരുന്നു അത്. തന്റെ മകൾ വീഴാൻ കാരണം ആ ഭാഗമാണെന്നതിനാൽ ആ പരവതാനി പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം എത്രയും വേഗം ആ പ്രദേശം പിടിച്ചെടുക്കാൻ അദ്ദേഹം തന്റെ സഹായിയോട് ഉത്തരവിട്ടു. സഹായി തന്റെ സൈനികരെ വിളിച്ചു. അവർ യാത്രയ്ക്കായി സ്വയം സജ്ജരായി. അങ്ങോട്ടേക്കുള്ള ദൂരം വളരെ കൂടുതലായതിനാൽ അവിടെ എത്താൻ ദിവസങ്ങളും മാസങ്ങളും സഞ്ചരിക്കണമായിരുന്നു. കഥ അവിടെ നിന്നും വിനയ എന്ന ആ രാജ്യത്തേക്ക് പോകുന്നു. അവിടെ രാജാവും രാജ്ഞിയും അവരുടെ മകനായ ബ്ലൂവും പ്രത്യേകതരം വളകൾ ധരിച്ചിരുന്നു. ആ വളകൾ മാന്ത്രികതകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഓരോരുത്തരും അതോരോ പ്രത്യേക രീതിയിലാണ് ധരിക്കുന്നത്. ആ 3 വളകളും ഒരിക്കലും ഒരാളുടെ കയ്യിൽ ഒന്നിച്ച് ചേർക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ അയാൾക്ക് ഒരുപാട് ശക്തികൾ വരുമെങ്കിലും അയാൾ ശപിക്കപ്പെടുമായിരുന്നു. ആ സമയത്ത് ബ്ലൂ തന്റെ പരിശീലകനായ ഷാവോയോടൊപ്പം വാൾപ്പയറ്റ് പരിശീലിക്കുകയാണ്. ബ്ലൂ ഒരു ചെറിയ കുട്ടിയായിരുന്നു. സ്വാഭാവികമായും അവൻ ദുർബലനുമായിരുന്നു. രാജകുടുംബം മുഴുവൻ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് രാജാവിന്റെ സൈനികർ അവിടെ എത്തി. രാജാവിന്റെ സൈന്യം അസംഖ്യം അമ്പുകളും കല്ലുകളും ഒക്കെ എറിഞ്ഞ് വിനയ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. ബ്ലൂവിന്റെ പിതാവ് യുദ്ധത്തിനായി പുറപ്പെടുമ്പോ ബ്ലൂവിനെയും കൂട്ടി ഓടി രക്ഷപ്പെടാൻ അദ്ദേഹം ഷാവോയോട് ഉത്തരവിട്ടു. അങ്ങനെ നീണ്ട യുദ്ധത്തിനു ശേഷം നിർഭാഗ്യവശാൽ വിനയ എന്ന ആ രാജ്യം ശത്രുക്കളുടെ അധിനിവേശത്തിന് കീഴിലായി. രാജാവും രാജ്ഞിയും മരണപ്പെട്ടു. സൈന്യാധിപൻ അവരുടെ വളകൾ രാജാവിന് സമ്മാനമായി നൽകാൻ കൈക്കലാക്കി. ബ്ലൂവിനെ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയാതിരിക്കാൻ ഷാവോ അവൻ ധരിച്ചിരുന്ന വള നേരത്തെ തന്നെ ഊരിമാറ്റി അവിടെ ഇട്ടിരുന്നു. സൈന്യാധിപൻ സമ്മാനങ്ങളും വിനയയിൽ നിന്ന് ശേഖരിച്ച മറ്റെല്ലാ വസ്തുക്കളും രാജാവിന് സമർപ്പിക്കാൻ മടങ്ങിയെത്തി. അതിലാ 3 വളകളും ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സമ്മാനങ്ങളെല്ലാം തന്റെ മകളായ ഡോട്ടിന് നൽകി. അവൾ അതിൽ വലിയ സന്തുഷ്ടിയാവുകയും ചെയ്തു. എന്നാൽ വളകളിരുന്ന പെട്ടി തുറന്നപ്പോ അവൾക്ക് അവയോട് കൂടുതൽ താല്പര്യം തോന്നി. അവയെല്ലാം ഒരു കൈയിൽ തന്നെ ധരിക്കാൻ അവൾ തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ 3 വളകളും അവളുടെ കയ്യിലെത്തിച്ചേർന്നതും വല്ലാത്ത വേദനയിൽ അവൾ പൂർണ്ണശക്തിയോടെ നിലവിളിക്കാൻ തുടങ്ങി. ആരോ അവളുടെ കൈകൾ മുറുക്കിപ്പൂട്ടാൻ ശ്രമിക്കുന്നത് പോലെ ആ വളകൾ അവളുടെ കൈകളിൽ മുറുകാൻ ആരംഭിച്ചു. വളകൾ ഊരിമാറ്റാൻ രാജാവ് മകളുടെ അടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനും അതിന് കഴിഞ്ഞില്ല. അതിനാൽ രാജാവിന്റെ സഹായി ഒരു വാളുപയോഗിച്ച് അത് തകർക്കാൻ തീരുമാനിച്ചു. അവൻ ഡോട്ടിന്റെ അരികിലേക്ക് എത്തിയപ്പോഴേക്കും അവൾ ഭ്രാന്തമായി നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവന്റെ മുഖം ഒരു അസ്ഥിക്കൂടം പോലായിരുന്നു അവൾക്ക് ദൃശ്യമായത്. വല്ലാത്ത ഭയം അവളെ ബോധരഹിതയാക്കി. പിന്നീട് ഈ ശാപം ഭാവിയിൽ വരാനിരിക്കുന്ന അവളുടെ പ്രതിശ്രുതവരന് മാത്രമേ മാറ്റാൻ കഴിയൂ എന്ന് താൻ മനസ്സിലാക്കിയതായി പ്രധാന പുരോഹിതൻ രാജാവായ ഖാനെ അറിയിച്ചു. ടുറാൻഡോട്ടിന് 15 വയസ്സ് തികയുമ്പോ അവൾ 3 കടങ്കഥകൾ ചോദിക്കും. അവയ്ക്കുത്തരം കണ്ടെത്തുന്നയാൾക്ക് ആ ശാപം തകർക്കാം. എന്നാൽ അയാൾ സ്വന്തം ജീവൻ കൂടിയായിരിക്കും അതിനായി പണയം വെക്കുന്നത്. അവൾക്ക് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഇത് നടന്നില്ലെങ്കിൽ അവളുടെ ഹൃദയം ഒരു മഞ്ഞുകട്ടയായി മാറും. അവൾക്ക് ഭ്രാന്ത് പിടിക്കുകയും ചെയ്യും. അതേസമയം ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരുന്ന കാലാഫ് എന്ന ബ്ലൂവുമായി ചോ രക്ഷപ്പെട്ടതായി വെളിപ്പെട്ടു. കുട്ടിയെ സംരക്ഷിക്കുന്നതിനായി അവന്റെ പേര് ബ്ലൂ ഐസ് എന്ന് ചോ മാറ്റി. ചോ അവനെ തന്റെ ജന്മനാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ അവൻ കുടുംബവുമായി വീണ്ടും ഒന്നിച്ചു. ബ്ലൂ പെട്ടെന്ന് തന്നെ ചോയുടെ മകളുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ബ്ലൂ പടക്കങ്ങൾ നിർമ്മിക്കുന്ന വിദ്യ പഠിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത് ഒരു കൗമാരക്കാരനായി മാറി. ചോയുടെ മകളായ ലിയു അവനൊരു സഹോദരിയെ പോലെയായിരുന്നു. അവൻ പരിശീലിക്കുമ്പോഴൊക്കെയും അവൾ അവനെ ശല്യപ്പെടുത്താറുണ്ട്. ഒരു ദിവസം രാവിലെ അവൾ ഒരു കുസൃതി ഒപ്പിച്ചു. അതവനുണ്ടാക്കിയ പടക്കത്തെ നശിപ്പിക്കുകയും അവന്റെ കയ്യിലുണ്ടായിരുന്ന വെടിമരുന്ന് തീർക്കുകയും ചെയ്തു. പിന്നീട് ക്ഷമാപണം എന്നോളം ലിയു ബ്ലൂ ഐസിനെ ഖനികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവർ രഹസ്യമായി നടന്ന് വിദഗ്ധർ എങ്ങനെയാണ് ഫീനിക്സ് പക്ഷിയുടെ രൂപം കൈവരിക്കുന്ന മനോഹരമായ പടക്കങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് വീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അവരെ ഒരു കാവൽക്കാരൻ കണ്ടു. അതിനാൽ അവർക്ക് ഖനിയിലൂടെ ഓടേണ്ടി വന്നു. കാവൽക്കാർ അവരെ തടയാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ അവരെ തള്ളിമാറ്റുകയും ഫർണിച്ചറുകൾക്ക് മുകളിലൂടെ ചാടുകയും ചെയ്ത് അവരുടെ വേഗത കുറയ്ക്കാനായി ശ്രമിച്ചു. പെട്ടെന്ന് കാവൽക്കാർ അവർക്ക് തൊട്ടരികിലെത്താറായി.
എന്നാൽ ഫയർ വർക്ക് മാസ്റ്റർ കാവൽക്കാർക്ക് നേരെ ചില അഗ്നിപ്പൊരികൾ എറിഞ്ഞു. അതോടെ ആ ജോഡിക്ക് രഹസ്യ തുരങ്കത്തിലൂടെ രക്ഷപ്പെടാനുള്ള അവസരമായി മാറി. പിന്നീട് കഥ രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു. ടുറാൻഡോട്ട് അപ്പോഴേക്കും സുന്ദരിയും എന്നാൽ നിർവികാരയുമായ ഒരു രാജകുമാരിയായി വളർന്നിരുന്നു. ബോയാൻ എന്നൊരു വ്യക്തി അവളെ കാണാനെത്തി. ബോയാൻ അവളെ പരിശീലിപ്പിക്കണം എന്നായിരുന്നു രാജാവ് ഗാന്ധി ആഗ്രഹം. അതിനാൽ ടുറാൻഡോട്ടിന് അവനുമായി യുദ്ധം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ശാപം കാരണം ടുറാൻഡോട്ടിന് പ്രത്യേക ശക്തിയും കഴിവുകളുമുണ്ട്. അതിവേഗത്തിൽ ചലിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് ബോയാൻ ഒരു പ്രഹരം പോലും ഏൽപ്പിക്കാൻ സാധിച്ചതേയില്ല. എന്നിരുന്നാലും ഒരു തടിക്കഷ്ണമെടുക്കാൻ അവളുടെ തറി തകർത്തതും അവൾ അവനെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അതോടെ അവളുടെ വാൾപ്പയറ്റ് വിദ്യകൾ ഇപ്പോഴും ദുർബലമാണെന്ന കാര്യം തെളിയിക്കപ്പെട്ടു. ബോയാൻ രാജാവിന്റെ സൈന്യാധിപൻ കൂടിയായിരുന്നു. ബോയാന്റെ വിമർശനങ്ങളിൽ അപമാനിതയായ ടുറാൻഡോട്ട് അതിവേഗത്തിൽ പുറത്തേക്കൂടി. ബോയാൻ തന്റെ കവിളിൽ മുറിവേൽപ്പിക്കാനായി അവൾ കാത്തുനിന്നു. ബോയാനും വിട്ടുകൊടുത്തില്ല. തന്റെ തടിക്കഷ്ണം മാറ്റി വാളെടുത്തു അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ബോയാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആക്രമിക്കാൻ ടുറാൻഡോട്ട് നോക്കിയെങ്കിലും വാളിലെ പ്രതിഫലനം നോക്കിക്കൊണ്ട് ബോയാനെ പരാജയപ്പെടുത്താൻ ടുറാൻഡോട്ടിന് കഴിഞ്ഞു. ബോയാൻ ടുറാൻഡോട്ടിനെ പിടിച്ചു നിർത്തി. അവളുടെ ആയുധം അവൻ പെട്ടെന്ന് തെറിപ്പിച്ചു. ആ നിമിഷമാണ് ബ്ലൂ ഐസും ലിയുവും തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്ന് അവിടെ എത്തുന്നത്. കൊട്ടാരത്തിലെ തോട്ടത്തിലേക്കായിരുന്നു ആ തുരങ്കം വന്നെത്തിയത്. ബോയാൻ ടുറാൻഡോട്ടിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടതും ബ്ലൂ ആ സാഹചര്യം തെറ്റിദ്ധരിച്ചു. അവനതോടെ വാളെടുത്ത് രാജകുമാരിയെ സംരക്ഷിക്കാൻ മുന്നോട്ടേക്ക് വന്നു. ഗുരു അത്രമേൽ നല്ല രീതിയിൽ ബ്ലൂവിനെ പരിശീലിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചു. ബോയാൻ അത് ചോയുടെ ശൈലിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇരുവർക്കുമിടയിൽ പ്രഹരങ്ങൾ തുടർന്നു. ഒടുവിൽ അവൻ ബ്ലൂ ഐസിനെ കീഴടക്കിയപ്പോ ബോയാന്റെ പരിചയസമ്പന്നത വ്യക്തമായി. എന്നാൽ അവൻ ബ്ലൂ ഐസിനെ കുത്താനായി മുന്നിട്ട് വന്നപ്പോ ലിയു തന്റെ ചാട്ടവാർ ഉപയോഗിച്ച് ബോയാനെ തടയാൻ ശ്രമിച്ചു. ബോയാൻ അത് എളുപ്പത്തിൽ തള്ളിമാറ്റി തന്റെ വാൾ താഴേക്ക് പതിപ്പിച്ചു. എന്നാൽ ടുറാൻഡോട്ട് തന്റെ കൈകൊണ്ട് ആ വാള് തടഞ്ഞു. വാൾ അവളുടെ ആ ബ്രേസ്ലെറ്റുകളിൽ തട്ടി തകർന്നു പോയി. കൃത്യമായി പറഞ്ഞാൽ ആ മാന്ത്രിക വളകളിൽ. അപ്പോഴേക്കും അതിക്രമിച്ച് കയറിയവരെ അറസ്റ്റ് ചെയ്യാൻ ഒരു കൂട്ടം കാവൽക്കാർ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ബ്ലൂവും ലിയുവും തന്റെ ആളുകളാണ് എന്ന് ടുറാൻഡോട്ട് പറഞ്ഞു. ഇനി മുതൽ ബ്ലൂ ആയിരിക്കും തന്റെ പരിശീലകൻ എന്നും അവൾ പ്രഖ്യാപിച്ചു. വൈകാതെ ആ രണ്ട് കൗമാരക്കാരും എല്ലാ ദിവസവും ഒരുമിച്ച് വാൾപ്പയറ്റ് പരിശീലിക്കാൻ തുടങ്ങി. അവർക്കിടയിൽ ഒരു ബന്ധം വളർന്നു വന്നു. ശാപമുണ്ടായിട്ടും അവളോടൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്നതുകൊണ്ട് ടുറാൻഡോട്ടിന് ബ്ലൂവിനോട് വലിയ മതിപ്പ് തോന്നി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് പരിശീലനത്തിനായി അവർ കൊട്ടാരവളപ്പിലൂടെ ചാടി നടക്കുകയായിരുന്നു. അതിനിടയിൽ ബ്ലൂ അബദ്ധത്തിൽ ആ വളകളിലൊന്ന് തൊട്ടു. തന്റെ ജന്മനാട്ടിലെ അധിനിവേശത്തിന്റെ ഓർമ്മകൾ അവന്റെ ഉള്ളിൽ മിന്നിമാഞ്ഞു. അവൻ ഞെട്ടിപ്പോയി. എങ്കിലും അവയുടെ അർത്ഥമെന്താണെന്ന് അവന് മനസ്സിലായതേയില്ല. ഇതിനിടയിൽ തനിക്ക് അവിശ്വസനീയമായ ശക്തി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബോയാൻ ഒരു പുരോഹിതന്റെ അടുത്തെത്തി. ഒരു ഗുഹയ്ക്കുള്ളിലെ ചെറിയൊരു രഹസ്യ തടാകത്തിൽ വെച്ച് ആ പുരോഹിതൻ ബോയാനെ സ്വർണം കൊണ്ട് മൂടാൻ തുടങ്ങുന്ന ഒരു പ്രത്യേക ആചാരം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അത് ബലം കണ്ടില്ല. ആ സ്വർണം അപ്രത്യക്ഷമായി. ശക്തി നേടുന്നതിന് താൻ രാജാവ് ഖാനെ വധിക്കേണ്ടതുണ്ടോ എന്ന് ബോയാൻ ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ അതിലും നല്ലത് ബോയാൻ ടുറാൻഡോട്ടിനെ വിവാഹം കഴിക്കുന്നതായിരിക്കും എന്നായിരുന്നു പുരോഹിതൻ ചൂണ്ടിക്കാണിച്ചത്. കുറച്ചു കാലത്തിനു ശേഷം ബ്ലൂ ടുറാൻഡോട്ടിനെ അത്രയധികം മിസ് ചെയ്തിരുന്നു. അതുകൊണ്ടവൻ ഒരു വെളുത്തവാവ് രാത്രിയിൽ അവളെ ചെന്ന് സന്ദർശിച്ചു. യഥാർത്ഥത്തിൽ ആ ഒരു രാത്രിയിൽ മാത്രമായിരുന്നു അവൻ അവളെ കാണാതെ മാറി നിൽക്കേണ്ടിയിരുന്നത്. അവൻ അവളുടെ മുറിയിലേക്ക് ഒളിച്ചു കിടന്നപ്പോ അവൾ പല കഷ്ണം തുണികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. തന്നെ അങ്ങനെ വിട്ടുപോകാൻ ടുറാൻഡോട്ട് അവന് മുന്നറിയിപ്പ് നൽകി. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് അവൻ ആ തുണികൾ മുറിക്കാൻ ആരംഭിച്ചു. അന്ന് അവളുടെ ആ വളകൾ അവളുടെ ചർമ്മത്തിലേക്ക് പതിവിലും കൂടുതൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ സ്വതന്ത്രയായ ഉടൻ തന്നെ അവളുടെ കണ്ണുകൾ മാറി. അത് ബ്ലൂവിനെ ഒരു അസ്ഥിക്കൂടമായി കാണാനിടയാക്കി. ആ ശാപം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സമയമായിരുന്നു അത്. ശാപം അവളെ കീഴ്പ്പെടുത്തി. അവൾ അവനെ ആക്രമിക്കാൻ മുന്നിട്ട് വന്നു. എന്നിരുന്നാലും അവളുടെ ആക്രമത്തെ വാക്കുകൾ കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ ബ്ലൂവിന് സാധിച്ചു. ശാപം അവളെ പിടികൂടുന്നതിൽ നിന്നും തൽക്കാലത്തേക്ക് പുറത്തു കടക്കാൻ അവന്റെ സാന്നിധ്യം അവളെ സഹായിച്ചിരുന്നു. അവൻ അവളുടെ നിയമം ലംഘിച്ചതിനാലും മരണത്തിന്റെ വക്കോളം എത്തിയതിനാലും അവൾ അവനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് എന്നവൾ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബ്ലൂ ഒരു റോയൽ ഗാർഡായി മാറിയിരുന്നു. രാജകീയ കാവൽക്കാരൻ. ലാംഫുയിലെ ഉഥോങ് രാജകുമാരൻ ഒരു ഉത്സവത്തിനായി അവരുടെ നഗരം സന്ദർശിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്ന സംഘത്തിന്റെ ഭാഗമായിരുന്നു അവൻ. ടുറാൻഡോട്ട് ഇപ്പോഴും കൊട്ടാരത്തിൽ തന്നെ പൂട്ടിയിട്ടിരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ വേഗത്തിൽ ജോലി ചെയ്യാൻ തറയുടെ മേൽ തന്റെ ശക്തി ഉപയോഗിച്ച് അവൾ സ്വയം തിരക്കിലായി. അവളുടെ കടങ്കഥകൾ പരിഹരിക്കാൻ ശ്രമിച്ച് അതിനോടകം നിരവധി പുരുഷന്മാർ മരണപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ
അപ്പോൾ വന്നെത്തിയ രാജകുമാരനുമേൽ വീണ്ടും ശാപമോക്ഷത്തിനായി ശ്രമിക്കാൻ അവളുടെ പിതാവ് ഖാൻ നിർബന്ധിച്ചു. നഗരത്തിൽ തിരിച്ചെത്തിയ ബ്ലൂ ഒടുവിൽ ജോലിയിൽ നിന്നൊഴിഞ്ഞു. അതിനാൽ അവൻ ലിയുവിനും അവളുടെ സുഹൃത്ത് യുവാങ്ങിനുമൊപ്പം ഉത്സവം ആസ്വദിച്ചു. ഉത്വോങ്ങിന്റെ കയ്യിൽ വളരെ ആഡംബരമുള്ള ഒരു ചുരുകയുണ്ടെന്ന കാര്യം അവർ ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ ലിയു തന്റെ ചാട്ടവാർ ഉപയോഗിച്ച് അത് പിടിച്ചെടുത്ത് പറത്തിവിട്ടു. യുവാങ് ആകട്ടെ അത് പിടിച്ചെടുക്കുകയും അവൻ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ഉത്വോങ് നഗരത്തിലൂടെ യുവാങ്ങിനെ പിന്തുടർന്നു. ഒരുപാട് ചാട്ടങ്ങൾക്കും ഓട്ടത്തിനുമൊക്കെ ഒടുവിൽ അവനെ പിടികൂടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ യുവാങ് ആ ചുരിക മറ്റൊരു സുഹൃത്തിനു നേരെ എറിയുകയും അവനോടോടാൻ പറയുകയും ചെയ്തു. അതിനിടയിൽ രാജകുമാരന്റെ അംഗരക്ഷകൻ ലിയുവിനെ ആക്രമിച്ചു. തുടർന്ന് ലിയു അവിടുള്ള ദുർബലമായൊരു നിർമ്മിതിക്ക് മുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ അംഗരക്ഷകൻ അത് താഴേക്ക് വീഴ്ത്താനായിരുന്നു തീരുമാനിച്ചത്. എന്നിരുന്നാലും പരിക്കേൽക്കുന്നതിന് മുമ്പ് ലിയു അവിടുന്ന് ചാടി മാറി. ആ നിമിഷം ഉത്വോങ് അടുത്തയാളെ പിന്തുടരാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ നിർമ്മിതി അദ്ദേഹത്തിന്റെ മേലേക്കായിരുന്നു പതിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ അതിന് തൊട്ടുമുമ്പ് ബ്ലൂ അവിടെ എത്തുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ബ്ലൂ ലിയുവിനെ കൊണ്ട് അവൾ മോഷ്ടിച്ചതെല്ലാം അദ്ദേഹത്തിന് തിരികെ നൽകിച്ചു. ഉത്വോങ്ങിനെ ഉത്സവം ചുറ്റിക്കാണിക്കുകയും ചെയ്തു. അവൻ അദ്ദേഹത്തെ ഖനികളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് രാജകുമാരനെ അനുഗ്രഹിക്കുന്നതിനായി അവനൊരു ചെറിയ മരത്തിന്റെ രൂപത്തിലുള്ള പടക്കമുണ്ടാക്കി. തുടർന്ന് താൻ കടങ്കഥകൾ പരിഹരിക്കാനാണ് വന്നിരിക്കുന്നതെന്നും അതിന് ശ്രമിച്ച തന്റെ സഹോദരൻ മരണപ്പെട്ടതായും ആ രാജകുമാരൻ ബ്ലൂവിനോട് പറഞ്ഞു. സംസാരമധ്യേ ബ്ലൂ രാജകുമാരിയെ പ്രണയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ താൻ പ്രശ്നങ്ങൾക്കൊന്നുമില്ലെന്നും താനിപ്പോൾ അവന്റെ രക്തബന്ധമുള്ള സഹോദരനാണ് എന്ന മട്ടിലും ഉത്വോങ് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം താൻ രാജകുമാരിയെ കാണുമ്പോൾ അത് പറഞ്ഞേക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഉത്വോങ് കടങ്കഥകൾക്കായി വന്നതാണെന്ന ഭാവേന ടുറാൻഡോട്ടിനെ സന്ദർശിച്ചു. പക്ഷേ അവിടെ എത്തിയതും അവൻ തന്റെ ചുരിക പുറത്തെടുത്ത് തന്റെ സഹോദരന് സംഭവിച്ചതിന് പ്രതികാരമായി അവളെ കൊല്ലാൻ ശ്രമിച്ചു. ടുറാൻഡോട്ട് വേഗത്തിൽ ചലിക്കുകയും അവനെറിഞ്ഞ ചുരിക പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ആ അംഗരക്ഷകനെ കീഴ്പ്പെടുത്താനും ഉത്വോങ്ങിനെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ബന്ദിയാക്കാനും അവൾക്ക് സാധിച്ചു. ഉത്വോങ്ങിന്റെ സഹോദരൻ കരാറുകളൊക്കെ അംഗീകരിച്ചാണ് തന്റെ അടുക്കൽ വന്നത് എന്ന കാര്യം അവൾ ഉത്വോങ്ങിനെ ഓർമ്മിപ്പിച്ചു. പിന്നീട് ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഉത്വോങ്ങിന് കടങ്കഥകൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ താൻ അവന് മാപ്പ് നൽകുമെന്ന് രാജാവ് ഖാൻ പ്രഖ്യാപിച്ചു. ബ്ലൂ ഒരു കാവൽക്കാരനായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അവൻ വളകളിൽ സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നത് കണ്ടു. ടുറാൻഡോട്ടിന്റെ കൈകളിലെ ബ്രേസ്ലെറ്റിൽ നിന്നുമായിരുന്നു അത് പ്രതിഫലിക്കുന്നത്. അതവന്റെ ദേഹത്ത് തട്ടിയതും അവന്റെ മനസ്സിലേക്ക് പഴയ കൂട്ടക്കൊലയുടെ തന്റെ രാജ്യം ആക്രമിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ വീണ്ടും വരാൻ കാരണമായി മാറി. അതോടെ തനിക്ക് കിട്ടുന്ന ഈ ദൃശ്യങ്ങളുടെ ഈ ഓർമ്മകളുടെ യഥാർത്ഥ ഉത്തരം കിട്ടണമെന്ന ഉദ്ദേശത്തിൽ ബ്ലൂ മുന്നോട്ട് വന്നു. കടങ്കഥകൾക്ക് ഉത്തരം നൽകാൻ തനിക്ക് അവസരം നൽകണം എന്ന് ഉത്വോങ്ങിനോട് ആവശ്യപ്പെട്ടു. അവൻ എന്തിനാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇത് ചെയ്യുന്നത് എന്ന മട്ടിൽ രാജാവ് തിരക്കി. അപ്പോൾ ഉത്വോങ്ങിന്റെ സഹോദരൻ എന്ന നിലയിൽ ഇത് തന്റെ കടമയാണ് എന്ന് ബ്ലൂ ഐസ് കള്ളം പറയുകയായിരുന്നു ചെയ്തത്. ജനക്കൂട്ടം തങ്ങളുടെ പിന്തുണ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതോടെ ബ്ലൂവിനൊരു അവസരം നൽകാൻ ഖാൻ സമ്മതിച്ചു. പ്രധാന പുരോഹിതൻ ചടങ്ങുകൾ ആരംഭിച്ചു. ബ്ലൂ ശരിയായി ഉത്തരം നൽകിയാൽ പടക്കങ്ങൾ പൊട്ടുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അവൻ പരാജയപ്പെട്ടാൽ അവൻ വധിക്കപ്പെടും. ടുറാൻഡോട്ട് അടുത്തേക്ക് വന്നു. അവളെ രക്ഷിക്കാനാണ് താൻ ഇത് ചെയ്യുന്നത് എന്ന് ബ്ലൂ ഐസ് സമ്മതിച്ചു. പിന്നാലെ അവൾ ആ ബ്രേസ്ലെറ്റ് കൊണ്ട് തന്റെ ഉള്ളിൽ തോന്നുന്ന കടങ്കഥകൾ ചോദിച്ചു. ഇരുട്ടിൽ ജനിച്ച് പ്രഭാതത്തിൽ മരിക്കുന്നതെന്താണ് ആദ്യത്തെ കടങ്കഥ? ബ്ലൂ ഉത്തരം കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്റെ അമ്മ തന്നെ കൊട്ടാരത്തിലൂടെ നയിക്കുന്ന ഒരു ദർശനം അവനുണ്ടായി. പിന്നീട് അത് കൂട്ടക്കൊല നടന്ന ദിവസത്തിലേക്ക് മാറി. അതിൽ രാജാവ് ഗുരുതരമായി പരിക്കേറ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അധിനിവേശക്കാരെ തടഞ്ഞു നിർത്താൻ കാവൽക്കാർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ രാജ്ഞി എല്ലാ വളകളും എടുത്ത് ഭർത്താവിന്റെ കയ്യിൽ നിർബന്ധിച്ചണിയിച്ചു. മറ്റു മാർഗമില്ലെന്ന് പറയുകയും ചെയ്തു. അതോടെ ബ്ലൂവിന്റെ പിതാവായ രാജാവിന്റെ ശരീരത്തിൽ അന്ന് ശക്തി മുഴുവൻ കയറി. രാജ്ഞി പോരാടാൻ ശ്രമിച്ചെങ്കിലും തള്ളിമാറ്റപ്പെട്ടു. ആ നിമിഷം ശാപം രാജാവിനെ കീഴ്പ്പെടുത്തി. രാജാവ് പോരാടാൻ വാളെടുത്തു. ശത്രുക്കൾ എളുപ്പത്തിൽ അടിച്ചമർത്താൻ തുടരുന്നതിലൂടെ വലിയ ശക്തി പ്രകടിപ്പിച്ചു. വലിയൊരു അലർച്ചയോടെ അയാൾ ഒന്നിലധികം ശത്രുക്കളുമായി പോരാടി. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ബ്ലൂവിന്റെ സമയം കഴിഞ്ഞുവെന്ന് ഒരു മണിനാഥം അറിയിച്ചു. അവന് ഉത്തരം പറയാൻ സാധിച്ചിരുന്നില്ല. ഉത്തരമില്ലാത്തതിനാൽ അവനെ വധിക്കാനായി കൊണ്ടുപോയി. മരണത്തിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോ ബ്ലൂവിന് മറ്റൊരു ദർശനമുണ്ടായി. അവൻ രാജ്യത്തിന്റെ ഏക പ്രത്യാശയായതിനാൽ പരിശീലകൻ ചോയോടൊപ്പം നാടുവിടാൻ അവന്റെ അമ്മ പറയുന്ന ദൃശ്യങ്ങൾ അവൻ ഓർമ്മയിൽ കണ്ടു. അതൊരടയാളമായി കണ്ടുകൊണ്ട് അതിനുത്തരം പ്രത്യാശയെന്നാണെന്നവൻ വിളിച്ചു പറഞ്ഞു. അതോടെ രാജകുമാരിയുടെ കൈകളിലെ 3 വളകളിൽ ഒന്ന് തകർന്നു. എന്നിരുന്നാലും ടുറാൻഡോട്ട് കൊട്ടാരത്തിലായിരുന്നു. മറ്റാരും അത് കണ്ടതേയില്ല. അതിനാൽ ബ്ലൂ കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ചോ അവനെ
രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് എടുത്തു ചാടി വന്നു. കുറച്ചു കാവൽക്കാരെ താഴെയിട്ട ശേഷം അയാൾ ഒരു കുന്തമെറിഞ്ഞു. തിളയ്ക്കുന്ന വെള്ളത്തിൽ ബ്ലൂവിനെ ഇട്ട് കൊല്ലുന്നതിന് തൊട്ടുമുമ്പ് ബ്ലൂവിന്റെ ശരീരത്തെ ചോ രക്ഷപ്പെടുത്തി. ആ നിമിഷം ആകാശത്ത് പടക്കങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ബ്ലൂ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ഇനി 2 കടങ്കഥകളെ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ ബോയാനാകട്ടെ തകർന്ന വളയുടെ ഒരു കഷ്ണം മോഷ്ടിച്ചു. കൂട്ടത്തിൽ ബ്ലൂ ഇനി അടുത്ത ഉത്തരം ശരിയാക്കിയാൽ പോലും പടക്കങ്ങൾ പൊട്ടാൻ അനുവദിക്കരുത് എന്ന് തന്റെ ആളുകളോട് ഉത്തരവിടുകയും ചെയ്തു. അടുത്ത ദിവസം മഴയത്ത് ടൊറാൻഡോട്ട് 2ാമത്തെ കടങ്കഥ പങ്കുവച്ചു. സ്ത്രീകൾ അതിനാൽ സുന്ദരികളാണ്, പുരുഷന്മാർ അതിനാൽ അസ്വസ്ഥരാണ്. എങ്കിലും അത് തകർക്കാൻ കഴിയാത്ത മഞ്ഞുകട്ടയായി മാറുമ്പോൾ അവർ ഒരുമിച്ച് മരിക്കുന്നു. ബ്ലൂ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറ്റൊരു ദർശനം അവന് ദൃശ്യമായി. അവന്റെ പിതാവ് എല്ലാവരെയും അസ്ഥിക്കൂടങ്ങളായി കാണുകയായിരുന്നു. അത് സ്വന്തം ആളുകളെപ്പോലും കൊല്ലുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായി. ചെറിയ കാലാഫിനെ അഥവാ ബ്ലൂവിനെ കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടുന്ന സമയമായിരുന്നു. രാജ്ഞി അവരെ സംരക്ഷിക്കാൻ അതിനിടയിലേക്ക് എടുത്തു ചാടി. ഒടുവിൽ തന്റെ ഭർത്താവിനാൽ തന്നെ കൊല്ലപ്പെട്ടു. വീണ്ടും സമയം അവസാനിച്ചു. ബ്ലൂവിന്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. അവനെ ഒരു തൂണിൽ കെട്ടിയിട്ടു. അവനുള്ള ശിക്ഷ 1000 മുറിവുകളായിരുന്നു. അതിനാൽ വധശിക്ഷ നടപ്പാക്കുന്നയാൾ അവനെ വേദനിപ്പിക്കാൻ തുടങ്ങി. ആ വേദന ബ്ലൂവിന് മറ്റൊരു ദർശനം നൽകി. രാജ്ഞിയുടെ മരണം രാജാവിനെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ പ്രേരിപ്പിച്ചു. ദുഃഖവും കുറ്റബോധവും ചേർന്ന് അദ്ദേഹം തന്റെ വാൾ തകർക്കാനും സ്വയം ജീവനെടുക്കാനും അതൊരു കാരണമായി മാറി. ആ ദർശനത്തിൽ നിന്നുണർന്നതും ചോദ്യത്തിന്റെ ഉത്തരം രക്തമെന്നാണെന്ന് ബ്ലൂ പ്രഖ്യാപിച്ചു. അതോടെ കൊട്ടാരത്തിൽ മറ്റൊരു വള കൂടി പെട്ടെന്ന് തകർന്നു. സൈനികർ അമ്പുകൊണ്ട് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും മഴ കാരണം അതൊരു വെള്ളക്കെട്ടിലേക്ക് വീഴുക മാത്രമായിരുന്നു ചെയ്തത്. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് അവർ വീണ്ടും ശ്രമിക്കുന്നത് തടയാൻ ബോയാന്റെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. കൊട്ടാരത്തിൽ ഒരു പോരാട്ടം നടന്നു. ഇതേസമയം മറ്റൊരിടത്ത് ബ്ലൂ വൈകാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്ന് പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. ആ സമയം അത് കേട്ട് മഴപടക്കങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടാകാം എന്ന് ചോ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. അതോടെ അവിടുണ്ടായിരുന്ന ബോയാൻ അവർക്കെതിരെ ഫൈറ്റിനിറങ്ങി. അവിടെ കനത്തൊരു പോരാട്ടം തന്നെ നടന്നു. കൊട്ടാരത്തിൽ ടൊറാൻഡോ തന്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് എല്ലാ സൈനികരെയും വധിച്ചു. തന്റെ ആളുകളെ വേഗത്തിൽ രക്ഷിച്ച ശേഷം അമ്പ് കണ്ടെത്തി. ആ നിമിഷം ബ്ലൂ ബോയാനെ അപമാനിച്ചു. അവൻ പ്രതികാരമായി തന്റെ വാൾ എറിഞ്ഞെങ്കിലും ആ വാൾ മാന്ത്രിക ശക്തിയാൽ തടയപ്പെട്ടു. ടൊറാൻഡോട്ട് തറയിലേക്ക് പറന്നിറങ്ങി. ബ്ലൂ 2ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയതായി പ്രഖ്യാപിച്ചു. അങ്ങനെ ബ്ലൂ മോചിപ്പിക്കപ്പെട്ടു. അന്ന് രാത്രി ബ്ലൂ ചോയോട് തനിക്കൊടുവിലെല്ലാം ഓർമ്മ വന്ന കാര്യം പറഞ്ഞു. അതിനാൽ തന്റെ ജനങ്ങളെ കൊന്നൊടുക്കിയ രാജ്യം വിട്ടുപോകാൻ അവൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ബ്ലൂവും ലിയുവും തങ്ങളുടെ കുതിരപ്പുറത്ത് തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ ചോ വരാൻ വൈകി. പെട്ടെന്ന് ബോയാന്റെ ആളുകൾ അവരെ വളഞ്ഞു. ഒരു തുറന്ന മൈതാനത്തിലൂടെ അവരെ പിന്തുടരാൻ ആരംഭിച്ചു. ഒടുവിൽ ബ്ലൂ അവർക്കെതിരെ പോരാടാൻ തന്നെ ഉറച്ചു. എന്നാൽ യുദ്ധം തുടങ്ങിയ ഉടൻ തന്നെ ബോയാന്റെ ആളുകളെ ടൊറാൻഡോട്ട് തടഞ്ഞു. അവൾ എല്ലാ സൈനികരുടെയും ആയുധങ്ങൾ തെറിപ്പിക്കുകയും അവരെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. ടൊറാൻഡോട്ട് എല്ലാം മനസ്സിലാക്കി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് പോകുന്നതിൽ നിന്ന് ബ്ലൂവിനെ തടയാൻ ടൊറാൻഡോട്ട് ശ്രമിച്ചു. പക്ഷേ ടൊറാൻഡോട്ട് പോകാൻ ഉറച്ചിരുന്നു. അതിന് അവൾ വിശദീകരണം ചോദിച്ചു. ആ സമയം താൻ കടങ്കഥയുടെ കരാർ സ്വീകരിച്ചതിൽ ഖേദിക്കുന്നുവെന്ന് ബ്ലൂ പറഞ്ഞു. അതോടെ അവർ തമ്മിൽ ഒരു പോരാട്ടത്തിന് വെല്ലുവിളി ഉണർന്നു. വെറും ചുരുക്കം ചില നീക്കങ്ങളിലൂടെ ടൊറാൻഡോട്ടൊടുവിൽ ബ്ലൂ ഐസിനെ കീഴടക്കി. അവസാന കടങ്കഥ പറഞ്ഞു. അതിന് നിനക്ക് സ്വാതന്ത്ര്യം തരാൻ കഴിയും, അതുപോലെ തന്നെ നിന്നെ അടിമയാക്കാനും കഴിയും. നീ മഞ്ഞിനെ തീ കൊളുത്തിയാൽ നിനക്ക് പകരമായി കൂടുതൽ തണുപ്പ് ലഭിക്കും. അതിനും കൂടി അവൻ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ശാപത്തിൽ നിന്ന് അവൾക്ക് മോചിതയാകാം. ടൊറാൻഡോട്ട് അവനോട് സഹായത്തിന് അപേക്ഷിച്ചു. എന്നാൽ അവൻ അത് ചെയ്യാൻ വിസമ്മതിച്ച് മുന്നോട്ട് നീങ്ങി. പക്ഷേ ആ നീക്കങ്ങളിൽ അവളുടെ വാൾ അവന്റെ നെഞ്ചിൽ ആഴ്ന്നു കുത്തി. ബോധരഹിതനാകുന്നതിനു മുമ്പ് ബ്ലൂ അവളുടെ പേര് മന്ത്രിച്ചു. പെട്ടെന്ന് ടൊറാൻഡോട്ടിന്റെ കൈവേദനിക്കാനും തുടങ്ങി. അവളുടെ പേരാണ് ആ കടങ്കഥയുടെ ഉത്തരം എന്ന് വ്യക്തമാവുകയായിരുന്നു. വള തകരുകയും അവളും ബോധം കെട്ട് വീഴുകയും ചെയ്തു. ജോലിക്കാർ അവളെ സഹായിക്കാൻ ഓടിയെത്തിയപ്പോ ടൊറാൻഡോട്ട് ഉണർന്നു. അവളുടെ ചർമ്മത്തിന്റെ വിളർച്ച മാറി. ഒടുവിൽ അവളുടെ കണ്ണുകളിലേക്ക് നിറങ്ങൾ തിരികെയെത്തി. അത്രനാളും അവൾക്കൊന്നും നിറങ്ങളാൽ ചുറ്റപ്പെട്ട് കാണാൻ പറ്റുമായിരുന്നില്ല. പ്രകൃതി ഭംഗി അവളുടെ മനസ്സിനെ കുളിർപ്പിച്ചു. കുറച്ചു കാലത്തിനു ശേഷം രാജകീയ വൈദ്യൻ ബ്ലൂവിനെ പരിചരിക്കുകയാണ്. ബ്ലൂ സുഖപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ടൊറാൻഡോട്ട് അവനെ സന്ദർശിക്കാൻ വന്നു. അടുത്ത ദിവസം തങ്ങളുടെ വിവാഹമാണെന്ന് അവൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ താൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണമെന്നും ഇല്ലെങ്കിൽ താൻ അവളെ വിവാഹം കഴിക്കില്ലെന്നും ബ്ലൂ അവളോട് പറഞ്ഞു. അതോടെ ബ്ലൂവിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടെത്താൻ ഗാൻ തന്റെ ആളുകളെ പുറത്തേക്ക് അയച്ചു. ആ സമയം ബോയാൻ എല്ലാ തകർന്നു വീണ വളകളുടെയും ഒരു കഷ്ണം സംഘടിപ്പിച്ച് പ്രധാന പുരോഹിതന് നൽകിയിരുന്നു. അതിൽ നിന്നും ശക്തി ആവാഹിച്ചു
വാങ്ങിച്ച് തനിക്ക് തരാനായിരുന്നു ബോയാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം ആഭിചാരം തുടങ്ങി. അവ അവിടുത്തെ ചെറിയ തടാകത്തിലേക്ക് എറിഞ്ഞു. ബോയാൻ വെള്ളത്തിലേക്കിറങ്ങി. ബ്ലാക്ക് മാജിക് അവന്റെ ശരീരത്തെ കീഴടക്കുകയും വലിയ ശക്തിയാൽ അവനെ നിറയ്ക്കുകയും ചെയ്തു. ആചാരം കഴിഞ്ഞയുടൻ ബോയാൻ തന്റെ വാളുപയോഗിച്ച് ഫലം പരിശോധിച്ചു. അവന്റെ മുറിവുകൾ തൽക്ഷണം സുഖപ്പെട്ടു. അവന് പരിക്കേൽപ്പിക്കാൻ ഒന്നിനെക്കൊണ്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ആകെ അറിയാവുന്ന പുരോഹിതനെ അതോടെ ബോയാൻ വകവരുത്തി. സത്യങ്ങൾ പുറം ലോകം അറിയരുത്, തന്റെ ശക്തി മറ്റാർക്കും കിട്ടരുത് എന്ന് ബോയാൻ ആഗ്രഹിച്ചിരുന്നു. ഇതേ സമയം താൻ സ്നേഹിക്കുന്നത് തന്റെ ശത്രുവിന്റെ മകളെയാണ് എന്നോർത്ത് ബ്ലൂ അതീവ ദുഃഖിതനായിരുന്നു. അവനൊരുപാട് മദ്യപിച്ചു. ഇതൊക്കെ കണ്ട് അവന്റെ സഹോദരി ടുറാൻഡോട്ടിനടുത്തെത്തി സത്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. മറുവശത്ത് ചോയ്ക്കടുത്തേക്ക് ബ്ലൂവിനെ പറ്റിയുള്ള സത്യം അന്വേഷിച്ച് ബോയാൻ കടന്നു വന്നു. ചോ പറയാൻ വിസമ്മതിച്ചപ്പോ അവർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ചോ പലതവണ ബോയാന്റെ മേൽ മർദ്ദനം ഏൽപ്പിച്ചിട്ടും അവനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. മുറിവുകൾ സുഖപ്പെടുകയായിരുന്നു. അതിജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നതും ചോ ജനലിലൂടെ പുറത്തു ചാടി രക്ഷപ്പെട്ടു. ആ സമയം പ്രധാന പുരോഹിതൻ സഹായത്തിനായി അപേക്ഷിച്ച് ഖനികളിലേക്കെത്തി. ബോയാന്റെ കുത്തേറ്റെങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നില്ല. പിന്നീട് ബ്ലൂ തന്റെ വീട്ടിലേക്ക് പോകുമ്പോ ബോയാനും കൂട്ടരും ചേർന്ന് ബ്ലൂവിനെ ആക്രമിച്ചു. പക്ഷെ അവനെ രക്ഷപ്പെടുത്താൻ അവിടെ ഒരു കൂട്ടം നിഗൂഢ സൈനികരെത്തി. പക്ഷേ ബോയാൻ ഒരമ്പ് പിടിച്ചെടുത്ത് അതുകൊണ്ട് ബ്ലൂവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടെ വന്നയാൾ തന്റെ മുഖം വെളിപ്പെടുത്തി. അത് രാജകുമാരിയായിരുന്നു, ടുറാൻഡോട്ടായിരുന്നു. പിന്നാലെ മാൽവിയൻ രാജകുടുംബത്തിന്റെ മുദ്രയുള്ള ഒരു ജാക്കറ്റ് താൻ കണ്ടെത്തിയതായി അയാൾ വെളിപ്പെടുത്തി. ബ്ലൂ ശത്രുവാണെന്നും പറഞ്ഞു. ടുറാൻഡോട്ട് അത് കാര്യമാക്കിയില്ല. ബ്ലൂവിനെ രക്ഷിക്കാൻ ഏത് നിബന്ധനയും സ്വീകരിക്കാം എന്നവൾ പറയുകയും ചെയ്തു. ബോയാൻ അങ്ങനാണെങ്കിൽ തന്നെ വിവാഹം കഴിക്കണം അവൾ എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അടുത്ത ദിവസം രാവിലെ ബ്ലൂവിനെ ഖാന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അവൻ ശത്രുവാണെങ്കിൽ കൂടിയും മകളെ രക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായി അവനെ മോചിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ബ്ലൂവിന് അപ്പോഴും പ്രതികാരം വേണമായിരുന്നു. ബോയാൻ അവന്റെ വായടപ്പിക്കാൻ ശ്രമിച്ചപ്പോ ടുറാൻഡോട്ട് അവനെ തടസ്സപ്പെടുത്തി. അവൾ പ്രധാന പുരോഹിതനെയും യഥാർത്ഥ സത്യത്തെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ബോയാന്റെ സൈന്യം ബ്ലൂവിന്റെ പിതാവിന്റെ രാജ്യം സന്ദർശിച്ച ദിവസം സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാൻ മാത്രമായിരുന്നു അന്ന് ഖാന്റെ ഉത്തരവ്. എന്നിരുന്നാലും ഖാന് മൃദു സമീപനമാണെന്നും തങ്ങൾ കൂടുതൽ ഭൂമി കീഴടക്കണം എന്നുമായിരുന്നു ബോയാൻ ചിന്തിച്ചത്. അവന്റെ സൈനികരും അതിനോട് യോജിച്ചു. തുടർന്ന് അവർ മധ്യവർത്തിയായി പ്രവർത്തിച്ച ദൂതനെ വധിച്ചു. യുദ്ധം തുടങ്ങാൻ ബ്ലൂവിന്റെ രാജ്യമാണ് അത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. അതെല്ലാം ഖാൻ രാജാവിന് മുമ്പിൽ പറയപ്പെട്ടപ്പോ ഒക്കെ സത്യമാണെന്ന് ബോയാൻ സമ്മതിച്ചു. അതോടെ അവിടെ ബോയാൻ വലിയൊരു കലാപത്തിന് തുടക്കം കുറിച്ചു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടങ്ങളായിരുന്നു. ബോയാനെ കൊല്ലാനും പരിക്കേൽപ്പിക്കാനും ആർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ടുറാൻഡോട്ടും ബ്ലൂവും ചേർന്ന് ബോയാന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി കൊട്ടാരത്തിലെ മാർഗത്തിലൂടെ ഖനികളിലേക്ക് കടന്നു. ബോയാൻ അവരെ പിന്തുടർന്നു ചെന്നു. അതോടെ അവിടെ പോരടിച്ചുകൊണ്ടിരുന്ന ഉത്തോങ്ങിനും മറ്റുള്ളവർക്കും രാജാവിന്റെ സൈന്യത്തിലെ മറ്റുള്ളവർക്കും ബോയോങ്ങിന്റെ സൈന്യത്തിലെ എല്ലാവരെയും പരാജയപ്പെടുത്തി യുദ്ധം ജയിക്കാനുള്ള അവസരമൊരുക്കി. അങ്ങോട്ടേക്ക് വന്നിരുന്ന ബോയാനെതിരെ ബ്ലൂവും ടുറാൻഡോട്ടും പടക്കങ്ങളൊക്കെ എയ്തെങ്കിലും ഒന്നിനും അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബോയാനാകട്ടെ ആ സ്ഥലം നശിപ്പിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബോയാൻ പുറത്തു വന്നു. ബ്ലൂ അവനെ ആക്രമിക്കാൻ ഓടിച്ചെന്നു. ബോയാൻ അവന്റെ വാൾ തകർക്കുകയും അവനെ പിന്നിലേക്ക് തള്ളുകയുമായിരുന്നു ചെയ്തത്. ടുറാൻഡോട്ടും അവനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ബോയാൻ അവളെ അടിച്ചു. അവൾ അവന്റെ തോളിലേക്ക് രക്തം തുപ്പുകയും അതവന്റെ ചർമ്മത്തെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുകയും ചെയ്തു. അവൾ പിന്നീട് പിന്നിലേക്ക് പറക്കുമ്പോ രക്തം പുരണ്ട തന്റെ വാൾ അവൾ ബ്ലൂവിന്റെ നേരെ എറിഞ്ഞു. ബോയാനെ കുത്താനായി തെന്നി നീങ്ങുന്നതിനിടയിൽ അവനത് പിടിച്ചെടുക്കുകയും അത് ബോയാനിലേക്ക് കുത്തിയിറക്കുകയും ചെയ്തു. രക്തം പതിച്ചിരുന്ന ആ വാൾ ബോയാന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. ബോയാൻ അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. അവനെ ആക്രമിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി അതുമാത്രമായിരുന്നു. അധികം വൈകാതെ രക്തം നിറഞ്ഞ വാളുകൊണ്ട് കുത്തേറ്റ ബോയാൻ ആ നിമിഷം കത്തിയമർന്നു. പിന്നീട് ബ്ലൂ ടൊറാൻഡോട്ടിന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൾ ആ സമയം അവനെ അവന്റെ യഥാർത്ഥ പേരായ കാലാഫ് എന്ന് വിളിച്ചു. അവന്റെ കൈകളിൽ കിടന്ന് പരിക്കേറ്റിയവൾ കൊല്ലപ്പെടുന്നതിനു മുമ്പ് അവനേറെ ഇഷ്ടപ്പെട്ട ഫയർ വർക്സിന്റെ സീക്രട്ടുകൾ എവിടെയാണുള്ളത് എന്നവൾ പറഞ്ഞുകൊടുത്തു. അധികം വൈകാതെ തന്റെ നാട്ടിലേക്ക് കാലാഫ് എന്ന ബ്ലൂ യാത്ര തിരിച്ചു. പോകുന്ന വഴിയിലെ ഓരോ നാടുകളിലും അവർക്ക് അനുഗ്രഹം ഏൽപ്പിച്ചുകൊണ്ട് കാലാഫ് മനോഹരമായ പടക്കങ്ങൾ പൊട്ടിച്ചു. ഒടുവിൽ തന്റെ രാജ്യം പുനർനിർമ്മിക്കാൻ അവൻ നാട്ടിൽ
തിരിച്ചെത്തി. കാലാഫ് അവിടുത്തെ രാജാവായി മാറി. കൂടുതൽ പടക്കങ്ങളോടെ അവനത് ആഘോഷിച്ചു. ആ സമയം തന്റെ അടുത്തായി അവൻ ടുറാൻഡോട്ടിന്റെ ആത്മാവിനെ കണ്ടു. അവളും ഒരു ഫയർ വർക്കിന് തിരി കൊളുത്തിക്കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.